കോയമ്പത്തൂർ ഗംഗാ ഹോസ്റ്റലിലെ കൂടുതൽ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹോസ്റ്റലിലെ മലിനജലം കുടിച്ചാണ് ശാരീരിക പ്രശ്നമുണ്ടായത് എന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ഹോസ്റ്റലിൽ കഴിയുന്ന കുട്ടികൾക്കും ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ചില പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുള്ളതിലേക്ക്. അവര് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് പാരന്റ്സിനോടും. ഇപ്പൊ എന്റെ ഫ്രണ്ട് അവിടേക്ക് പോവാൻ ഹോസ്പിറ്റലിൽ കുട്ടീനെ കാണാൻ ചെല്ലാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞപ്പോ മിസ്സിനെ വിളിച്ചപ്പോൾ അവര് പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഹോസ്പിറ്റലിൽ വിസിറ്റേഴ്സിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറ്റാണ്ടിരുന്നത്. അപ്പം എൻ്റെ മോൾ എന്നോട് പറഞ്ഞത്, അമ്മ ഇവിടെ വന്ന് പാരൻസ് കണ്ടു കഴിഞ്ഞാൽ, പാരൻസോ വിസിറ്റേഴ്സോ കണ്ടു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല, അതുപോലെയാണ് കുട്ടികളുടെ അവസ്ഥ ആയിരുന്നതെന്നാണ് എൻ്റെ മോൾ എന്നോട് പറഞ്ഞത്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മനേഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ കോയമ്പത്തൂരിലും ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന ചില സൂചനകളൊക്കെ വന്നത്. ഇതിലിപ്പോൾ മലയാളി വിദ്യാർത്ഥികളടക്കമുണ്ട്, കേരളത്തിലുള്ള വിദ്യാർത്ഥികളടക്കമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നു. എന്താണ് യഥാർത്ഥ പ്രശ്നം? ഇത് ഭക്ഷ്യവിഷബാധയാണോ അതല്ല ഈ മലിനജലം കുടിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ? എന്താണ് ഈ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ നമ്മളോട് പറയുന്നത്? പ്രജിൻ, ഈ ഹോസ്റ്റലിനകത്ത് ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് കൊടുക്കുന്നത്. പക്ഷെ അതിലെന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് അതിൽ ആ വെള്ളം കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഈ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. പലരും ആശുപത്രിയിൽ പോവുകയും തിരികെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഹോസ്റ്റലിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ആശുപത്രി ഉള്ളത്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്നും കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, അതിനുശേഷം തിരികെ ഹോസ്റ്റലിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. ഈ ഒരു നിലയായിരുന്നു കഴിഞ്ഞ 2-3 ദിവസങ്ങളെ അവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്നാലും പക്ഷെ ഇന്നിപ്പോൾ സ്ഥിതിയിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഗുരുതരമാണ് അവിടുത്തെ അവസ്ഥ. 15 പേർ ഇപ്പോൾ ഈ നിലവിൽ ഈ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇന്ന് വൈകിട്ടോടുകൂടി ചില വിദ്യാർത്ഥികളെ അവിടെ നിന്നും രക്ഷിതാക്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും നിലവിൽ ഹോസ്റ്റലിലുള്ള 15ഓളം പേര് ഇപ്പോൾ നിലവിൽ അവിടെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. മാത്രമല്ല, അതിൽ ഒരാൾക്ക്, അതായത് ബ്ലഡിൽ ഇൻഫെക്ഷൻ കണ്ടെത്തിയത് തുടർന്ന് ഒരാളെ എമർജൻസി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നു. ഈ 2 ഹോസ്റ്റലുകളിലും, മെയിൽ ഹോസ്റ്റലിലും അതുപോലെ ഫീമെയിൽ ഹോസ്റ്റലുകളിലും പോലീസ് സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതും കൂടി അത്തരത്തിലുള്ള ഒരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് പുറത്തു നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്ന ഈ ദൃശ്യങ്ങൾ അത് ഹോസ്റ്റലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണോ അല്ല ഹോസ്പിറ്റലിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണോ? അവിടെ ചില ബെഡിൽ കുട്ടികൾ കിടക്കുന്നതും ചികിത്സ തേടുന്നതും ഒക്കെ കാണാം. അത് ഇന്നത്തെ ദൃശ്യങ്ങളാണ് പ്രജിൻ. കാരണം ഹോസ്പിറ്റലിലെ ദൃശ്യങ്ങളാണ്. മാത്രമല്ല, ഹോസ്റ്റലിലെ ദൃശ്യങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. അത് നമ്മൾ അവിടെ ഡെസ്കിൽ കൊടുത്തിട്ടുമുണ്ട്. അതായത് ഈ പറഞ്ഞ രീതിയിൽ 2 ഇടങ്ങളിലും സമാനമായ രീതിയിൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഹോസ്റ്റലിൽ ഒരു ഡോക്ടറും ഒരു നഴ്സും അവിടെ അസിസ്റ്റ് ചെയ്യാൻ അവിടെ ആളുകളുണ്ട്. മനുഷ്യ തുടരുക. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. എന്താണ് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് രക്ഷിതാവ് എന്ന നിലയിൽ ഞാൻ തുടങ്ങിയിട്ട് ഇന്നലെ മുതൽ അവർക്ക് ഛർദിയും വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഗംഗ ഹോസ്പിറ്റലിൽ നിന്ന് അവർ ട്രീറ്റ്മെന്റ് ചെയ്ത് കുട്ടീനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്റ്റലിൽ പിന്നെ അവര് വൈകുന്നേരം ആയപ്പോൾ പിന്നെയും വയറുവേദന, ഛർദി, തലകറക്കായി. പിന്നെ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് ഇതൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൂട്ടിപ്പോയി. ഇന്ന് അതേപോലെ വയറുവേദനയും തലകറക്കം, ഛർദി ആയപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ആന്റിമൈഡ് ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴാണ് അത് ക്ലിയർ ആയത്. ആന്റിമൈഡ് കൊടുത്ത് ഇപ്പൊ ക്ലിയർ ആയി വരണേ ഉള്ളൂ. ഭക്ഷണം ഇപ്പൊ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കുട്ടിയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എന്താണ് അവിടെ ഡോക്ടർ എന്താണ് പറഞ്ഞത്? എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞോ? ക്ലോറിൻ പവർ അതേ ലെവൽ കൂടുതൽ എന്നാ പറഞ്ഞത്. വെള്ളത്തിൽ നിന്നല്ലേ? കുടിവെള്ളത്തിൽ നിന്ന് ക്ലോറിൻ ലെവൽ. ശരി. കൂടുതൽ കുട്ടികൾ അതുപോലെ ബുദ്ധിമുട്ടിലാവുന്നുണ്ട് എന്ന വാർത്ത ഇപ്പൊ വരുന്നുണ്ട്. ഈ ഹോസ്റ്റലിൽ നിന്ന് എന്താണ് ഈ കോളേജ് അധികൃതർ പറഞ്ഞത്? ഹോസ്റ്റലിൽ നിന്നാ പറഞ്ഞത്. കോളേജിൽ പ്രശ്നമല്ല. കോളേജൊക്കെ നല്ല കോളേജാണ്, നല്ല പഠിത്തം അതൊക്കെ ഉള്ള കോളേജാണ്. ശരി. ഹോസ്റ്റലിൽ നിന്നാണ് ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചപ്പോഴാണ് അത് ക്ലോറിൻ ലെവൽ കൂടിയിട്ടാണ് ഇങ്ങനെ ആയതെന്നാ പറഞ്ഞത്. അപ്പൊ അതിന് ആന്റിമൈഡ് ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ ഇപ്പൊ കുറവുണ്ട്, വയറുവേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി. നന്ദി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണ് പ്രതികരിച്ചത്. അവർക്ക് ആ കുട്ടിക്ക് അവിടെ ഹോസ്റ്റലിൽ വെച്ച് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പ്രശ്നം മാറിയില്ല. പക്ഷെ പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് മറ്റൊരു ആശുപത്രിയിൽ കാണിച്ചപ്പോഴാണ് ഈ പ്രശ്നത്തിൽ കുറച്ചെങ്കിലും ഒരു മാറ്റം ഉണ്ടായതെന്നാണ് രക്ഷിതാവ് ആരോപിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.